നമ്മുടെ രാജ്യത്തെ ഇന്ത്യയിലെ ഏക ലക്ഷ്മി സമേത വരാഹമൂർത്തി ക്ഷേത്രമാണ് തിരുവനന്തപുരത്തെ ശ്രീ ലക്ഷ്മി വരാഹ ക്ഷേത്രം. രൗദ്രഭാവം വെടിഞ്ഞ് മംഗളകാരകനായ ഭഗവാനാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ലക്ഷ്മി ദേവിക്കും തുല്യ പ്രാധാന്യമാണ് ഇവിടെ. പുരാണങ്ങളിൽ വരെ പ്രതിപാദിക്കുന്ന ശ്രീവരാഹം ക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ ദൈവമേ കൈത്തൊഴാവിൽ. ഹിരണ്യാക്ഷനെ നിഗ്രഹിച്ച ഭൂമിദേവിയെ വീണ്ടെടുത്ത മഹാവിഷ്ണുവിന്റെ മൂന്നാം അവതാരമായ വരാഹം. ഉഗ്രരൂപിയായ ഭഗവാൻ ശ്രീലക്ഷ്മി വരാഹ ക്ഷേത്രത്തിൽ ശാന്തസ്വരൂപനാണ്. പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് വരാഹമൂർത്തി, അതായത് വിഷ്ണുവിൻ്റെ മൂന്നാമത്തെ അവതാരമായ വരാഹമൂർത്തി ലക്ഷ്മി സമേതനായി ഇരിക്കുന്നു. അതായത് ഭഗവാന്റെ ഇടത് തുടയിൽ ലക്ഷ്മി ദേവി ഇരിക്കുന്നു എന്നാണ്. ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു പ്രതിഷ്ഠ തന്നെയാണ്. കേരളത്തിൽ പന്നിയൂർ എന്നൊരു വരാഹമൂർത്തി ക്ഷേത്രമുണ്ട്. അവിടെ ഭൂമിദേവി സങ്കല്പം എന്നാണ് എൻ്റെ അറിവ്. ഇവിടെ മാത്രമേ ഉള്ളൂ ലക്ഷ്മി സമേതനായി ഇരിക്കുന്ന വരാഹമൂർത്തി ഉള്ളത്. ഇവിടുത്തെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് ഭൂസൂക്തം എന്ന് പറയും. അതായത് ഈ ഭൂമി സംബന്ധമായ തടസ്സങ്ങൾക്ക്, അതായത് വസ്തു വിൽപ്പനയ്ക്കോ വസ്തു വാങ്ങാനുള്ള ബുദ്ധിമുട്ട്, അതിനൊക്കെ ആൾക്കാർ ഇവിടെ വന്ന് ഭൂസൂക്തം എന്ന് പറഞ്ഞൊരു വഴിപാടുണ്ട്, അത് നടത്താറുണ്ട്. ഹിരണ്യാക്ഷം അതും കഴിഞ്ഞിട്ട് അവതാര ഉദ്ദേശം പൂർത്തിയാക്കിയതിന് ശേഷം യജ്ഞവരാഹം രൂപത്തിലുള്ള ഭഗവാൻ ലക്ഷ്മി സമേതം ശാന്തനായിട്ട് ഇവിടെ വാണരുള്ളത്. ശ്രീ ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കന്നിമൂലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്കറിയാം തിരുപ്പതിയിലും കന്നിമൂല ഭാഗത്ത് വരാഹമൂർത്തി ക്ഷേത്രമുണ്ട്. ഇവിടെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം രണ്ടാമത് മർദ്ദണ്ഡ മഹാരാജ നിർമ്മിക്കുമ്പോൾ ഇവിടെ വന്ന് അഷ്ടബന്ധ കലശവും മറ്റ് ചുറ്റുമതിലിൻ്റെയും അതിൻ്റെയൊക്കെ ഒരുപാട് നിർമ്മാണ പ്രവൃത്തികളും നടത്തി കലശങ്ങളും കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ന് കാണുന്ന ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് രൂപം കൊടുക്കുന്നത്. ലക്ഷ്മി സമേതനായ വരാഹമൂർത്തി പ്രതിഷ്ഠയുള്ള ഇന്ത്യയിലെ തന്നെ ഏക ക്ഷേത്രമായിരിക്കും തിരുവനന്തപുരത്തെ ശ്രീലക്ഷ്മി വരാഹ ക്ഷേത്രം. ക്ഷേത്രനാമം ആവാഹിച്ച പ്രദേശം അങ്ങനെ ശ്രീവരാഹമായി മാറി. പത്മനാഭസ്വാമി ക്ഷേത്രത്തിനു മുന്നിലെ പത്മതീർത്ഥം പോലെ ലക്ഷ്മി വരാഹ ക്ഷേത്രത്തിന് പടിഞ്ഞാറേ നടയിലെ വരാഹ തീർത്ഥവും പ്രസിദ്ധം. ഏക്കറിലധികം വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന ഏറ്റവും വലിയ ക്ഷേത്രകുളങ്ങളിൽ ഒന്നാണ് വരാഹ തീർത്ഥക്കുളം. സ്യാനന്തൂര പുരാണ സമുച്ചയത്തിലും വരാഹ തീർത്ഥത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതായി പറയുന്നുണ്ട്. ഇത് പറയപ്പെടുന്നതെന്ന് വെച്ചാൽ അർജുനൻ വന്ന് കെട്ടിയ കുളമാണെന്നും പറയുന്നുണ്ട്. അർജുനൻ ഇവിടെ തർപ്പണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും എന്നും പറയാറുണ്ട്. അപ്പോൾ ഭഗവാനെ പ്രതിഷ്ഠിച്ചത് ആരാണെന്നോ അതിന് നമുക്ക് പ്രോപ്പറായിട്ടുള്ള റെക്കോർഡ്സ് ഇല്ല. കാരണം എന്ന് വെച്ചാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനേക്കാളും അധികം പഴക്കമുള്ള അമ്പലങ്ങൾ, അതായത് അർജുനൻ വന്ന് ഈ കുളത്തിൽ തർപ്പണം നടത്തി എന്ന് പറയുമ്പോൾ തന്നെ മഹാഭാരത യുഗത്തിൽ വരെ നമുക്ക് പോകേണ്ടിയിരിക്കുന്നു. പത്മനാഭസ്വാമി ആറാട്ടനായി ശംഖുമുഖത്തേക്ക് എഴുന്നള്ളുമ്പോൾ വരാഹമൂർത്തിയും അനുഗമിക്കാറുണ്ടെന്നത് മറ്റൊരു പ്രത്യേകതയാണ്. വരാഹമൂർത്തിക്കും ലക്ഷ്മി ദേവിക്കുമൊപ്പം ഉപദേവതകളായി അയ്യപ്പൻ, ഗണപതി, നാഗർ എന്നിവരുടെ പ്രതിഷ്ഠയുമുണ്ട്. പ്രധാനപ്പെട്ട ദിവസം വ്യാഴാഴ്ചയാണ്. വിഷ്ണുവിൻ്റെ അവതാരം എന്ന ഒരു സങ്കല്പത്തിൽ വ്യാഴാഴ്ചയാണ് ഇവിടെ പ്രധാന ദിവസം. വിശേഷപ്പെട്ട നിവേദ്യം പാൽപ്പായസം, അരവണ, ഇടിച്ചിപ്പിഴിഞ്ഞ പായസം, പിന്നെ ചുണ്ടൽ നിവേദ്യം, ഉണ്ണിയപ്പ നിവേദ്യം, മോദക നിവേദ്യം. താമര, തുളസിമാല സമർപ്പണം ഉത്തിഷ്ട കാര്യത്തിനാണ്. നെയ്വിളക്ക്, ഭാഗ്യസൂക്താർച്ചന, ഇവയെല്ലാം ജോലി തടസ്സങ്ങൾ മാറാൻ ആൾക്കാർ നടത്താറുണ്ട്. പൈങ്കുനി ഉത്സവത്തിന്റെ അതേ സമയത്താണ് ശ്രീ വരാഹം ലക്ഷ്മി വരാഹ ക്ഷേത്രത്തിലും ഉത്സവം കൊടിയേറുന്നത്. വരാഹ ജയന്തിയും അഷ്ടമി രോഹിണിയും വിഷുവും ഒക്കെ വിശേഷ ദിവസങ്ങളാണ്.
ന്യൂസ് മലയാളം, തിരുവനന്തപുരം.